ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോ ആണ്. ഒന്നുമില്ല, വേറെ ഒന്നുമല്ല, ഒരു നിവൃത്തികേടും കൊണ്ട് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ലീവിൽ വന്നപ്പോൾ അമ്മയ്ക്ക് ഒന്ന് വയ്യാതായി, അടുക്കള കയറാൻ പറ്റില്ല, വൈഫ് ജോലിക്ക് പോയി. അപ്പോൾ അത് കാരണം ഒരു തട്ടിക്കൂട്ടൊരു ഉണക്കമീൻ ചമ്മന്തി പൊടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഒന്ന് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാണിക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളം മീഡിയം ഇതിൽ വെച്ചിട്ട് തീയിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കാം. ലോ ടു മീഡിയം കേട്ടോ. ഇതുണ്ടോ, ചൂട് അങ്ങനെ മെല്ലെ 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 ഒന്ന് ആയി വരട്ടെ. നമുക്ക് എന്താ കഴുകി തലയും വാലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ, നല്ല ഫ്രഷ് ചെമ്മീനാട്ടോ കിട്ടിയ. അത് ഒന്ന് ഡ്രൈ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക. ഇത് ബാച്ചിലേഴ്സിനും നമ്മുടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ പറ്റിയ സംഭവം കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്, ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ 2-3 ഇട്ടു എന്ന് മാത്രം. നന്നായിട്ട് ഇതാക്കാം, ഒന്ന് ചൂടാവട്ടെ, നല്ലോണം ഒന്ന് ചൂടായിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട്, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഇത് കുറേ ദിവസം നിൽക്കും ഈ ചമ്മന്തി, കേട് വരികയില്ല. ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണം. അങ്ങനെ ചോന്ന് വരുന്നുണ്ട്, നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്, നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാ ഇങ്ങനെ ചുവന്ന് മെല്ലെ 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 ചെമ്മീൻ പൊടിയും ഒക്കെ കൂടി ഒന്നും കൂടി ഇട്ടിട്ട് വായിച്ചു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് നാക്കാനോ പറഞ്ഞു. നമ്മളല്ലാതെ ഇട്ട് ഇളക്കുകയാണ് ഒന്ന് ജസ്റ്റ് കേട്ടോ. നല്ല മണം, നല്ല സൂപ്പർ മണം. ഇനി നമ്മളിതാ ഈ ജാറിലാണ് ഒന്ന് ചൂടാറിയിട്ട്, ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരയ്ക്കരുതേ, പ്രർന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്നും അരയ്ക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തേക്കുക. ക്രന്ന് പറഞ്ഞു നല്ല ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് വരും. ആദ്യം നമുക്ക് ആ മുളക് വേണ്ട സൗണ്ട് കേൾക്കണ്ട, നിങ്ങൾ കറ 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 അങ്ങനെ കിട്ടണം. സാധാരണക്കാരൻ കേട്ടോ, അത് കാരണമാണ് ഇങ്ങനെ കറ കറ കളകളാന്നൊക്കെ പറയുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തുണ്ടാക്കിയാലും അടിപൊളിയായാൽ മതി. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഡിസൈൻ ഇങ്ങനെ മുളക് വീഴുന്നതും അങ്ങനെ ഫോട്ടോ എഡിറ്റിങ്ങൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം സിമ്പിൾ ആൻഡ് ഹമ്പിൾ. കേട് വരില്ല കേട്ടോ പെട്ടെന്നൊന്ന്. എല്ലാവരും ട്രൈ ചെയ്യുക, അടിപൊളിയാക്കുക.